കളങ്കാവൽ ഇന്ന് സിനിമ റിലീസായി. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസായതാണ്. ഒരുപാട് വെയിറ്റ് ചെയ്ത സിനിമയാണ്. അതിന് കാരണം മമ്മൂട്ടി ഇതിലൊരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നത്. അതും സാധാരണ നെഗറ്റീവ് ഒന്നുമില്ല, ഭയങ്കര അതിക്രൂരനായ വേഷമാണ്. ഇതിൽ തന്നെ പ്രവർത്തിച്ചവരും അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ അവർ ഇൻ്റർവ്യൂ കൊടുത്തതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അതുകൂടാതെ തന്നെ ഒരു നീണ്ട നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് മമ്മൂട്ടി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശേഷം ഈ അടുത്ത് തിരിച്ചു വന്നതേ ഉള്ളൂ. എന്നിട്ട് അപ്പം വരുന്ന സിനിമയാണ് കളങ്കാവൽ. അപ്പം ഭയങ്കര ഡബിളായി എക്സ്പെക്റ്റേഷൻ. കൂടാതെ വിനായകൻ ഇതിലൊരു ഈക്വലി ഇമ്പോർട്ടൻ്റ് റോളിൽ നായകനായിട്ടുണ്ട്. നായകനെന്ന് തന്നെ വേണം നമുക്ക് പറയാം. രണ്ടുപേരും കണ്ടപ്പോൾ മനസ്സിലായത് രണ്ടുപേരും ഒരേപോലെ സ്ക്രീൻ സ്പേസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഡ്രാമയാണ്, ഒരു ത്രില്ലറല്ല, ഒരു വൻ ത്രില്ലറല്ല. നമുക്കിങ്ങനെ പറയുമ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ത്രില്ലർ എന്നൊക്കെ പറയാമെങ്കിലും പേസിങ് വെച്ച് നോക്കുമ്പോൾ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് നമ്മൾ നിർത്തുന്ന ത്രില്ലറോ കാര്യങ്ങളൊന്നുമല്ല. ഒരു ഒരു ഡ്രാമയാണ്, സത്യത്തിൽ ഒരു ക്രൈം ഡ്രാമയാണിത്. ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരീസ്, ഹിന്ദി എന്നുള്ളൊരു മേജർ സീരീസ്, ആ പേര് പറയാം, ദാഹദം എന്ന് പറയുന്ന സീരീസാണ്. സോനാക്ഷി സിൻഹയും വിജയവർമ്മയും അഭിനയിച്ചത്. അത് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളൊരു സിനിമയാണിത്. അതിന് കാരണം ഒരു ഫേമസ് ക്രിമിനലിൻ്റെ പല മോഡസ് ഓപ്പറാൻഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നെഗറ്റീവ് കഥാപാത്രം അത് പുൾ ഓഫ് ചെയ്യുന്നത്. പിന്നെ ദാഹദമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഏകദേശം ഇതുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ തുടങ്ങിയത് നല്ല രസത്തിലായിരുന്നു. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തുടങ്ങിയത്. മമ്മൂട്ടിയുടെ ക്യാരക്ടറെ കൊണ്ടുവന്ന് പുള്ളി ചെയ്യുന്ന ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ആദ്യമൊക്കെ രസമുണ്ടായിരുന്നു. അത് മമ്മൂട്ടി പോർട്രേ ചെയ്യുന്ന രീതിയായാലും അത് മൊത്തത്തിൽ നമ്മളെ കാണുമ്പോഴത്തേക്ക് ആ മമ്മൂട്ടി പോർട്രേ ചെയ്യുന്ന രീതിയും പൊതുവെ ആ രീതിയും തമ്മിലുള്ള ഒരു നമുക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് വിനായകൻ്റെ ക്യാരക്ടർ വരുന്നു. ഈ കേസ് ഇങ്ങനെ ചുരുളഴിയുന്നത് രസമായിട്ടാണ്, നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ മൊത്തം 2 മണിക്കൂർ 20 മിനിറ്റാണ്. ഒരു ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം പിന്നുള്ളൊരു 1 മണിക്കൂർ 50 മിനിറ്റും ഈ സെയിം കാര്യം ചന്നം ഭിന്നം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് വരുന്നത്. ഇതിൽ ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ഹൈ പോയിൻ്റോ അല്ലെങ്കിൽ ഇയാളെ പിടിക്കുമോ പിടിക്കാതിരിക്കുമോ, ഈ സ്ത്രീയെ കൊല്ലുമോ കൊല്ലാതിരിക്കുമോ, അങ്ങനത്തെ ഒരു ത്രില്ലും നമുക്ക് തരുന്നില്ല. ഈ ദാഹത്തിൽ അതൊക്കെ ഉണ്ട്. ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാറ്റ് ആൻഡ് മൗസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇത് നമുക്ക് ചുമ്മാ ക്യാറ്റ് ആൻഡ് മൗസ് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ അരമണിക്കൂറിന് ശേഷം പിന്നെ എനിക്കൊരു ഹൈ കിട്ടിയത് ഇതിൻ്റെ ഇൻ്റർവെൽ സീനാണ്. അത് വെച്ച് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്ക് വേണം ഈസിയായിട്ട് ഗസ് ചെയ്യാം. പക്ഷേ എനിക്കപ്പോൾ അത് കിട്ടിയില്ല. നമ്മളിത് ട്വിസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ അത് അവർ ക്ലൂ ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ എനിക്കത് കിട്ടാഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ട്വിസ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, സെക്കൻഡ് ഹാഫിൽ ഇതേ സാധനമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ BGM സൂപ്പറാണ്. ഇതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിപൊളി BGM തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വിഷ്വൽസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശം എന്ന് വെച്ചാൽ തീരെ മോശം. ചില മറ്റേ പാടത്തോട്ട് ഇറങ്ങിയിട്ട് റോഡിൻ്റെ വൈഡൊക്കെ കാണിക്കുന്നത് ഐഫോണിലെടുത്തായിട്ടോ അല്ലെ ഫോണിലെടുത്തായിട്ടുണ്ട്. ഭയങ്കര ഗ്രെയിൻസൊക്കെ കയറി. ഫോണിലെടുത്താൽ പോലും അത്രയും ഗ്രെയിൻസ് വരത്തില്ല, പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ അതല്ലാതെ മൊത്തത്തിൽ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഷോട്ട് അല്ലെ റോഡിൻ്റെ വൈഡ് അതൊക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു സൈഡ് ബ്ലറായിരിക്കും, പക്കാ ഫോക്കസ് ഇല്ല. പിന്നെ അതല്ലാതെ തന്നെ ക്ലൈമാക്സിൽ മമ്മൂട്ടിയും വിനായകനും തമ്മിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇവരുടെ സജഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഫോക്കസ് മാറി വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. വിഷ്വലി ഭയങ്കര മോശമാണ്. ഗ്രേഡിങ്ങും അത്ര സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല. നൈറ്റിലെ ഗ്രേഡിങ് ഓക്കെയാണ്, പക്ഷേ ഈ ഡേ ടൈം വളരെ മോശമാണ് ഗ്രേഡിങ്. വിഷ്വൽസ് മൊത്തത്തിൽ എനിക്ക് അത്ര ഒട്ടും അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതാണ് എഡിറ്റിങ്. പിന്നെ എഡിറ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ തുടക്കമൊക്കെ കൊള്ളായിരുന്നു. മൊത്തത്തിൽ ഒരു നോൺ ലീനിയർ പാറ്റേൺ ആണ് പരിപാടി. തുടക്കമൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ഒരുപാട് ഇൻ്റർകട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 3/4 മണിക്കൂറിൽ ഇൻ്റർകട്ട്, ഓരോ സീനും തമ്മിലുള്ള ഇൻ്റർകട്ടാണ്. ഒരു സ്ഥലത്ത് ഒരു സീനിൻ്റെ കണ്ടിന്യൂറ്റിയാണ്, അപ്പുറത്തെ സ്ഥലത്ത് വരുന്ന സീൻ ആദ്യം വരുന്ന ഇൻ്റർകട്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, പിന്നെ വരുന്ന ഇൻ്റർകട്ട് അടുത്ത ദിവസമായിരിക്കും. പക്ഷേ ഇപ്പുറത്തെ ആ ഒരു സീൻ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. നമുക്കപ്പോൾ ഇത് ഭയങ്കര കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് അടിക്കും. നമുക്ക് ഭയങ്കര ഡൗട്ട് വരും. നമുക്ക് പിന്നെ ഇത് മനസ്സിലാവുന്നതുകൊണ്ട് ഓക്കെ. പക്ഷേ അങ്ങനെ അത്ര ശ്രദ്ധിക്കാതെ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം, സിനിമയെപ്പറ്റി അധികം നോളജ് ഇല്ലാതെ ഇത് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവർക്ക് അത്ര അത് കിട്ടത്തില്ല. അപ്പോൾ അത് ഓവർ കൺഫ്യൂഷൻ വരും. പിന്നെ അനാവശ്യമായിട്ട് ചില ഇൻ്റർകട്ടൊക്കെ ഉണ്ട്. അത് എന്തിനെടുത്തെന്നോ എനിക്കൊന്നും അതിൻ്റെ കണ്ടിന്യൂറ്റി ഇവർ ഇടാഞ്ഞതായിരിക്കും. മമ്മൂട്ടി ഒരാളുടെ വീട്ടിലോട്ട് പോകുന്ന, ഒരു മേജറായിട്ടുള്ള ഒരാളുടെ വീട്ടിലോട്ട് പോയി ഒരു കൊച്ചിനെ എടുത്ത് നിൽക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റി എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. എന്തിനാ സീൻ അവിടെ വെച്ചു, അല്ലെ അതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണ്, അല്ലെ പുള്ളി അവിടെ പോയിട്ട് എന്ത് ചെയ്തു, അതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ ചുമ്മാ കുറേ കാര്യങ്ങൾ എടുത്ത് ഇവർക്ക് എഡിറ്റിങ്ങിൽ ഷൂട്ടിങ് കഴിഞ്ഞ് കുറേ നാളായി. അപ്പോൾ എഡിറ്റിങ് സമയം കിട്ടിയപ്പോൾ എഡിറ്റിങ് കുറേ കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചുമ്മാ വന്ന സീനൊക്കെ ചുമ്മാ മമ്മൂട്ടിയുടെ പെർഫോമൻസ് കാണിച്ച് ഹൈയാക്കാൻ ഇത് ചുമ്മാ ഇട്ടതാണ്. അതിനൊന്നും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇമ്പോർട്ടൻറ്റ് സീനാണ്, പക്ഷേ അതിനൊന്നും ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും എഡിറ്റിങ്ങിലും തോന്നി. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞില്ലേ, കഥയുള്ള ഒരു പരിപാടി നോക്കുകയാണെങ്കിൽ
പല സ്ഥലത്തും ഇത് ഗ്രിപ്പ് വിട്ടു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ആ ഒരു ഏരിയയും ഇൻ്റർവെൽ ആ പഞ്ചും പിന്നെ എവിടെയൊക്കെയോ ഒരു ഗ്രിപ്പ് ഉണ്ടെന്നല്ലാതെ ഒരു 25% ഗ്രിപ്പുണ്ട്, ബാക്കി 75% നമ്മൾ ലാഘവത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കട്ടെ. പിന്നെ ഈ ദാഹത കണ്ടുകൊണ്ട് ഇതിൻ്റെ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഈ ഒരു ക്യൂരിയസ് ഫാക്ടർ ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവരെ എന്തെങ്കിലും ചെയ്യുമോ, അത് ഇയാളെ പിടിക്കുമോ പിടിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ മരിക്കുമോ മരിക്കാതിരിക്കുമോ, അങ്ങനത്തെ ഒന്നുമില്ല. അതിലതൊക്കെ ഉണ്ട്. നമ്മളിതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്. നമ്മളിങ്ങനെ മമ്മൂട്ടി സ്ക്രീനിൽ വരട്ടെ, അപ്പോൾ എന്തെങ്കിലും പുതിയൊരു സാധനം ഇടും, സിഗരറ്റ് കൊണ്ടൊരു സാധനം ഇടാം, അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊരു സാധനം ഇടാം, കണ്ണുകൊണ്ടൊരു സാധനം ഇടാം, അങ്ങനെ നമ്മൾ കരുതിയിരിക്കുമെന്നല്ലാതെ സ്ക്രീൻ പ്ലേയിൽ ആ സാധനം ഇല്ല. അപ്പോൾ ആകത്തൊക്കെ എനിക്ക് പറയാനാണെങ്കിൽ എനിക്കൊരു എബോ ആവറേജ് ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വൻ രീതിയിൽ കുറ്റം പറയാൻ ഈ വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഭയങ്കര ഒരു വിഷ്വൽസ് വളരെ മോശം, വേറെ ഒന്നും അത്ര രീതിയിൽ കുറ്റം പറയാനുള്ളതില്ലാതെ മമ്മൂട്ടിയുടെ പെർഫോമൻസിൽ നമ്മളങ്ങനെ ആസ്വദിച്ചിരുന്നൊരു സ്ലോ ബേൺ ത്രില്ലർ കാണുന്ന ഫീലാണ്. പക്ഷേ സ്ക്രീൻ പ്ലേ ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കായിരുന്നു. ഇപ്പോൾ എക്കോയും ഒരു സ്ലോ ബേൺ ത്രില്ലറാണ്, കിഷ്കിന്ധാകണ്ട് ഒരു സ്ലോ ബേൺ ത്രില്ലറാണ്, പക്ഷേ അതിൻ്റെ സ്ക്രീൻ പ്ലേ പക്കയായിരുന്നു. ഇതിൽ സ്ക്രീൻ പ്ലേ ഒരുപാട് ശ്രദ്ധിക്കായിരുന്നു. അപ്പോൾ ആകത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു എബോ ആവറേജ്, ജസ്റ്റ് ഒരു എബോ ആവറേജ്, ആവറേജിനും മുകളിൽ നിൽക്കുന്ന ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ മാത്രമാണിത്. അതും ഫാസ്റ്റ് പേസേ അല്ല, അതുകൊണ്ട് തന്നെ ഫാമിലിക്കോ കുട്ടികൾക്കോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു സംശയമാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് മമ്മൂട്ടിയുടെ പെർഫോമൻസിന് വേണ്ടി ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതിലെ ശരിക്കും നടന്ന സംഭവമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട്. അപ്പം സ്ട്രെയിറ്റ് അതല്ലെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സിനിമാറ്റിക് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ബന്ധമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതൊക്കെയാണ്. അതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഇപ്പോൾ എന്തായാലും ഒന്ന് കാണണം. സിനിമയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു എബോ ആവറേജ് വൺ ടൈം വാച്ചബിൾ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്.